ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പൊതുവേ ടൊയോട്ട ഇന്ത്യയിൽ ഇറക്കിയിരിക്കുന്ന വണ്ടികളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ റിലേറ്റീവ്ലി അത്ര അധികം ഹിറ്റ് ആവാതെ പോയൊരു വണ്ടിയാണ് നമ്മുടെ ഹൈലക്സ്. ഇടയ്ക്കൊരു കാലത്ത് 8 മുതൽ 10 ലക്ഷം രൂപ വരെയൊക്കെ മാക്സിമം ഡിസ്കൗണ്ട് കൊടുത്ത് അവർ ഈ വണ്ടി വിൽക്കുന്നൊരു കാലം ഉണ്ടായിരുന്നു. 2022 മാർച്ചിലാണ് നമുക്കിവിടെ ആദ്യമായിട്ട് ടൊയോട്ട അവരുടെ ഹൈലക്സ് ഇറക്കുന്നത്. 8th ജനറേഷൻ ഇൻ്റർനാഷണലുള്ള മോഡലാണ് നമുക്കിവിടെ ആദ്യമായിട്ട് വരുന്നത്. ഇതിൻ്റെ 9th ജനറേഷൻ മോഡൽ കഴിഞ്ഞ വർഷം ഇൻ്റർനാഷണലി ഇറങ്ങിയതാണ്. അത് പക്ഷേ ഇവിടെ കിട്ടുമെന്ന് നമുക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എല്ലാവരുടെയും പ്രതീക്ഷകൾ തകർത്തുകൊണ്ട് ടൊയോട്ട കഴിഞ്ഞ മാസം ലാസ്റ്റ് അനൗൺസ് ചെയ്തതാണ് അവർ ഈ മാസം പുതിയ ഹൈലക്സ് ഇറക്കും എന്നുള്ളത്. അതുപോലെ തന്നെ അവരേതായാലും പാലിച്ചിട്ടുണ്ട്. നമുക്ക് 9th ജനറേഷൻ ഹൈലക്സ് ഇന്ത്യയിലും ഇപ്പോൾ അവൈലബിൾ ആണ്. പ്രൈസ്, ഡീറ്റെയിൽസ്, എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പ്രൈസ് ആക്ച്വലി അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. എന്തായാലും എക്സ്റ്റീരിയർ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്, നമ്മളിതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺ ഗോയിങ് ഹൈലക്സ് പോലെയല്ല, അതായത് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഹൈലക്സ് പോലെയല്ല, ഇതൊരു ജനറേഷൻ അപ്ഡേറ്റ് ആണ്. സംഭവം പ്ലാറ്റ്ഫോം ഒക്കെ IMV എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ എക്സ്റ്റീരിയർ ഡിസൈനിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ്, പിന്നെ ഗ്രില്ലൊക്കെ ആണെങ്കിലും കുറച്ച് ബോഡി കളർ ഫിനിഷൊക്കെയാണ്. അതുപോലെ തന്നെ താഴത്ത് നമുക്ക് LED ഫോഗ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എയറോ ബിറ്റ്സ് അതിനകത്ത് വരുന്നുണ്ട്. താഴത്തെ ബമ്പറിൻ്റെ ഡിസൈൻ ആണെങ്കിൽ കുറച്ച് ബിസിയാണ്, പക്ഷേ റഗഡ് ഡിസൈൻ ആണെന്ന് പറയും. അതൊക്കെയാണ് ഓവറോൾ ഫ്രണ്ട് ഡിസൈൻ വരുന്നത്. ചിലർക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അത്ര പിടിക്കാറില്ല ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ. ഇനി സൈഡ് ഡിസൈനിലേക്ക് വരുമ്പോഴേക്കും ഡയമെൻഷൻസിൻ്റെ കാര്യത്തിലൊന്നും പറയാനില്ല. ഇതൊരു പിക്കപ്പ് ആയതുകൊണ്ട് തന്നെ 5325 ആണ് ഈ വണ്ടിയുടെ ടോട്ടൽ ലെങ്ത് വരുന്നത്. അതായത് ഹ്യൂമങ്കസ് ആണ്. വിഡ്ത്ത് ആണെങ്കിലും 1855 ഉണ്ട്. ഹൈറ്റ് 1815 ആണ്. വീൽ ബേസ് 3 മീറ്റേഴ്സിന് മുകളിലുണ്ട്. അതായത് 3085 ആണ് ഈ വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. സൈസ് അപ്പോൾ മനസ്സിലായല്ലോ. പിന്നെ ഈ വണ്ടിയുടെ അലോയ്സ് നമുക്ക് നേരത്തെ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരുന്ന 18 അലോയ്സ് ആയിരുന്നു നമുക്ക് പഴയ ഹൈലക്സിൽ. ഇപ്പോൾ എന്തായാലും അവർ അത് മാറ്റിയിട്ട് 17 അലോയ്സ് ആക്കിയിട്ടുണ്ട്. ആൻഡ് അത് മൊത്തത്തിലൊരു ബ്ലാക്ക് ഡോട്ട് ഫിനിഷാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. ഇനി റിയർ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം സിമ്പിളാണ്. നമുക്ക് LED ടെയിൽ ലാംപ്സ് ഒക്കെ ബാക്കിലും കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലും LED DRLസും അതുപോലെ LED ഹെഡ്ലൈറ്റ്സും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാനിവിടെ പറഞ്ഞില്ല. ഇതൊരു നോർമൽ പിക്കപ്പുകളുടെയൊക്കെ ഡിസൈൻ പോലൊക്കെ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ലോഡിംഗ് ബെഡ് വരുന്നുണ്ട്. അത് തന്നെ ഒരു ആക്സറീസ് ആയിട്ട് കവർ ചെയ്യാനുള്ള സാധനമുണ്ട്. അവിടെ ഒരു കനോപ്പി പോലെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. പിന്നെ ടൊയോട്ടയുടെ ഒരു ബാഡ്ജിങ് ആണ് നമുക്ക് ബാക്കിൽ വരുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ. ഈ വണ്ടിയിൽ ഇൻ്റർനാഷണലി ഒരുപാട് വേർഷൻസ് വരുന്നുണ്ട്. നമുക്ക് സിംഗിൾ ക്യാബ് പിക്കപ്പ് ഉണ്ട്, ഡബിൾ ക്യാബ് പിക്കപ്പ് ഉണ്ട്, പല പല വേരിയൻസ് ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ ഏതായാലും 2 വേരിയൻസ് GXും DXും മാത്രമാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇൻ്റർനാഷണലി വണ്ടിക്ക് 48 വോൾട്ട്സ് മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ ഫുള്ളി ഇലക്ട്രിക് ആയിട്ടുള്ളൊരു മോഡലും വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നില്ല. ഞാൻ എന്തായാലും പവർ ട്രെയിനെ പറ്റി അധികം വൈകാതെ നമുക്ക് നോക്കാം. ഇനി ഇപ്പോൾ എക്സ്റ്റീരിയർ എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയാണ് ഈ വണ്ടിയിൽ കിട്ടുന്നത് നോക്കാം. ഓവറോൾ ക്യാബിൻ ക്വാളിറ്റി അതുപോലെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ അവർ കുറച്ച് സംഭവങ്ങൾ കോസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് കട്ടിംഗ് ആണോ കൊടുക്കാത്തതാണോ എന്താണ് സംഭവം എന്നറിയില്ല. എന്തായാലും ഡാഷ്ബോർഡിൽ ചില സ്ഥലങ്ങളിൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ കുറച്ച് റഗഡ് ആയിട്ടുള്ളൊരു ഡാഷ്ബോർഡ് തന്നെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. അതുപോലെ ഓവറോൾ ഒരു ഇൻറ്റീരിയർ ഫീൽ എടുക്കുകയാണെങ്കിലും അത്യാവശ്യം പ്രീമിയം ഫീൽ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 12.3 ഇഞ്ചസിൻ്റെ ഇൻഫോർടൈൻ സിസ്റ്റമാണ് വരുന്നത്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോ ഡിമ്മിങ് മിറേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് വീലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ അത്യാവശ്യം ഒരുപാട് കൺട്രോൾസ് വരുന്നുണ്ട്. ഈ വണ്ടിയുടെ അകത്താണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ഫിസിക്കൽ കൺട്രോൾസ് കിട്ടുന്നുണ്ട്. ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ഒന്നും ഇല്ല. പിന്നെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ഇവിടെ നമുക്ക് 7 ഇഞ്ചസിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിനകത്ത് കിട്ടുന്നത്. ഡിജിറ്റലാണ്, പക്ഷേ ടോപ്പ് ആൻഡ് വേരിയൻ്റ് അതായത് പുറത്തുള്ള വേർഷൻസിലൊക്കെ 12 ഇഞ്ച് വരെയുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കിട്ടുന്നുണ്ടായിരുന്നു. അതവരിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അവർ സ്കിപ്പ് ചെയ്തിരിക്കുന്ന വേറൊരു സംഭവമാണ് ഓട്ടോ AC. പുറത്ത് നമുക്ക് ഡ്യുവൽ സോൺ ഓട്ടോ AC കിട്ടുന്നുണ്ട്. ഇവിടെ പക്ഷേ മാനുവൽ AC ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഒരു ലോജിക്ക് എനിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല. വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. എന്തായാലും അതല്ലാതെ നമുക്ക് മറ്റേ ഹിൽ ഡിസൈൻ കൺട്രോൾ, അതുപോലെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ആയിക്കോട്ടെ, അങ്ങനെ പിന്നെ 4 വീൽ ഡ്രൈവ് സെലക്ട് ചെയ്യാനുള്ള സാധനങ്ങളും ഒരുപാട് സാധനങ്ങൾ അവൈലബിൾ ആണ്. 360 ക്യാമറ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. സോ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ ഒരു പിക്കപ്പിനെ സംബന്ധിച്ച് നോക്കുമ്പം അത്യാവശ്യം നല്ലതാണ്. പിന്നെ കൺട്രോൾസൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം. നമ്മുടെ ഓട്ടോമാറ്റിക് ഗിയർ നോബിൻ്റെ കൺട്രോൾ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ മൾട്ടിപ്പിൾ ഡ്രൈവ് മോഡ്സ്, അതുപോലെ ടെറൈൻ മോഡ്സ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. എന്നാലും അവർക്ക് പുറത്തുള്ള ഹൈലക്സിൽ ഡ്യുവൽ സോൺ AC ആണ്. നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഹൈലക്സിൽ ഡ്യുവൽ സോൺ AC ഉണ്ട്. അതാണ് അവർ കോസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കാമായിരുന്നു എന്ന് തോന്നി എനിക്ക് സംഭവങ്ങളുള്ളത്. ഒന്ന് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണത്. നമുക്ക് ഇപ്പോഴത്തെ ഫോർച്യൂണർ നിയോ ഡ്രൈവ് വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് എഡാസ് വന്നിട്ടില്ല. അതും വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ പിക്കപ്പാണെന്ന് പറയുമ്പോൾ എഡാസിൻ്റെ ആവശ്യമില്ല. ഇന്ത്യയിൽ അല്ലെങ്കിൽ എഡാസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ പ്രൈസ് പോയിന്റിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മാത്രമേ ഓക്കെ കൊടുത്തിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ഇൻറ്റീരിയേഴ്സൊക്കെ നമുക്ക് ലെതർ ഫിനിഷിലാണ് സീറ്റ് കവേഴ്സ് വരുന്നത്. ബ്ലാക്ക് ഡോട്ട് ക്യാബിനാണ് വരുന്നത്. പിക്കപ്പ് ആയതുകൊണ്ട് ബാക്കിലത്തെ കണ്ടീഷൻ സ്പേസും ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കില്ല. സീറ്റിംഗ് കുറച്ച് സെപ്പറേറ്റ് ആയിരിക്കും ബാക്കിലത്തെ. അതുമാത്രമല്ല ഭയങ്കര സ്പേസ് ഒന്നും ഉണ്ടാവില്ല. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ആവറേജ് സ്പേസ്. നമുക്ക് ബാക്കിൽ ആംറസ്റ്റ് 3 3-point സീറ്റ് ബെൽറ്റ്സ്, അതുപോലെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ എന്നാലും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോർമലി പിക്കപ്സിലൊന്നും അതങ്ങനെ പറ്റാറില്ല. ഇത്രയും വലിയ ലെങ്ത് ഉണ്ട് എന്ന് പറഞ്ഞാലും കൂടുതൽ സ്പേസ് നമ്മുടെ ലോഡിംഗ് ബേയിലേക്ക് തന്നെയായിരിക്കും പോകുന്നത്. അതുകൊണ്ട് ക്യാബിനകത്ത് അങ്ങനെ ഒരുപാട് സ്പേസ് ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. പക്ഷേ എനിവേ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് നേരത്തെ ഹൈലക്സിൽ ഉണ്ടായിരുന്ന സ്പേസൊക്കെ തന്നെ ഇതിൻ്റെ അകത്തും കിട്ടും.
ഇതൊന്നല്ലാതെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ അകത്ത് 7 എയർ ബാഗ്സ്, ABS, CVD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, TPMS, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ് എന്ന് പറയേണ്ട എല്ലാ സാധനങ്ങളും വരുന്നുണ്ട്. ഇനി പവർ ട്രെയിൻ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആകെപ്പാടെ ഒരൊറ്റ പവർ ട്രെയിൻ എന്ന് മാത്രമേ അതിനകത്ത് കിട്ടുന്നുള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന സെയിം സംഭവം തന്നെയാണ്, വ്യത്യാസം വരുത്തിയിട്ടില്ല. അതായത് പ്ലാറ്റ്ഫോം ഒന്നും മാറ്റാതെ ഒരു ജനറേഷൻ 9th ജനറേഷൻ ആണെന്ന് പറയുന്നുണ്ടെങ്കിലും കുറേയൊക്കെ സിമിലർ ആയിട്ട് എക്സ്റ്റീരിയറിൽ നന്നായിട്ടൊന്ന് റീവർക്ക് ചെയ്തെടുത്തിട്ടുള്ള മോഡലാണിത്. എക്സ്റ്റീരിയർ മാത്രമല്ല ഇൻറ്റീരിയറും ഫീച്ചേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം. എനിവേ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന 2.8 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിനകത്ത് എപ്പോഴും കിട്ടുന്നത്. സംഭവം 204 PS പവറും അതുപോലെ 500 Nm ടോർക്കും തന്നെയാണ് ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് 6 സ്പീഡ് ടോക്കൺ മോഡ് ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ. പഴയ ഹൈലക്സിൽ നമുക്ക് ആക്ച്വലി ഒരു മാനുവൽ ട്രാൻസ്മിഷൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ വണ്ടിയിൽ അവരെങ്ങനെ മാനുവൽ ഓപ്ഷനായിട്ടൊന്നും കൊടുത്തിട്ടില്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ പഴയതിൽ മാനുവൽ ആവശ്യമില്ലായിരുന്നു. ഇത് എടുക്കുമ്പം ഓട്ടോമാറ്റിക് എടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ട് നല്ലത്. പിന്നെ നമുക്ക് പഴയ ഹൈലക്സിൽ 4 വീൽ ഡ്രൈവും അതുപോലെ തന്നെ ആക്ച്വലി 4 വീൽ ഡ്രൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ഹൈലക്സിൽ പക്ഷേ നമുക്ക് ഓപ്ഷനായിട്ട് 2 വീൽ ഡ്രൈവ് ബേസ് മോഡൽ കിട്ടുന്നുണ്ട്. 3 വേരിയൻസ് ആണ് ടോട്ടൽ വരുന്നത്. GX ഉണ്ട്, അതുപോലെ VX ഉണ്ട്. GXൽ തന്നെ 2 ട്രിം ഉണ്ട്. GXൻ്റെ 2 വീൽ ഡ്രൈവ് ഉണ്ട്, GXൻ്റെ 4 വീൽ ഡ്രൈവ് ഉണ്ട്. VX എന്ന് പറയുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അതിൻ്റെ അകത്താണ് നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നത്. അത് പക്ഷേ 4 വീൽ ഡ്രൈവിൽ മാത്രമേ കിട്ടുള്ളൂ, 2 വീൽ ഡ്രൈവ് ഉണ്ടാവുന്നതായിരിക്കില്ല. സോ ഇതൊക്കെയാണ് വേരിയൻസും അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസും. ഈ വണ്ടി ഇൻ്റർനാഷണൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 40 വോൾട്സിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. അത് നമുക്ക് ആക്ച്വലി ഇപ്പം ഫോർച്യൂണറിൽ അവർ ന്യൂ ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വണ്ടിയിൽ ഏതായാലും അത് വന്നിട്ടില്ല. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒക്കെ കണക്കാണ്. മൈലേജ് അങ്ങനെ വലിയ കാര്യമായിട്ട് ഈ ന്യൂ ഡ്രൈവ് ഉള്ളതുകൊണ്ട് കൂടുകയൊന്നുമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്ക് വരാം, അതാണല്ലോ അറിയേണ്ടത്. സോ 4x4 വേരിയൻസും 4x2 ഉള്ളതുകൊണ്ട് തന്നെ 31.99 lakhs ആണ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പഴയ ഹൈലക്സിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34-35 lakhs അടുത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. മാക്സിമം പ്രൈസ് 36 lakhs വരെയായിരുന്നു എക്സ്ഷോറും പൊക്കോണ്ടിരുന്നത്. ഈ വണ്ടിക്ക് പക്ഷേ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ടോപ്പ് എൻഡ് 36.69 lakhs വരെയാണ് പോകുന്നത്. അതായത് നേരത്തെ വണ്ടി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു 60-65,000 എൻ്റെ അടുത്താണ് പ്രൈസേക്ക് വന്നായിട്ട് പറയാൻ പറ്റുന്നത്. ഇനിയിപ്പം പോട്ടെ, ഓൺ റോഡ് ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും വലിയ കുഴപ്പമില്ല. കാരണം ഇത്രയും ചേഞ്ചസ് ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ള ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊക്കെ നേരത്തെ പറഞ്ഞൊരു സംഭവം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് പ്രൈസ് അവരങ്ങനെ അധികം കൂട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ടൊയോട്ട അവർ നോർമലി എന്ത് ചെയ്താലും ഇപ്പോൾ ഫോർച്യൂണറൊക്കെ മിനിറ്റ് പ്രൈസ് കൂട്ടുന്ന കമ്പനിയാണല്ലോ. എനിവേ നിങ്ങൾക്ക് GX എടുക്കാനാണെങ്കിൽ നമുക്ക് 4x2 31.99 lakhs, 4x4 വരുന്നത് 33.69 lakhs ആണ്. അവിടുന്ന് നമ്മുടെ VXലേക്ക് വരുമ്പോഴേക്ക് ഏകദേശം 3 ലക്ഷം രൂപ ഡിഫറൻസ് ഉണ്ട്. ആ 3 ലക്ഷം ഡിഫറൻസിൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് ആണെന്ന് പറയാം. പക്ഷേ ഈ പ്രൈസിൽ ഇതിവിടെ വാല്യൂ ഫോൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അല്ല. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വാങ്ങാമെന്നേ ഉള്ളൂ. പുറത്ത് തന്നെ കുറച്ചുകൂടെ പ്രൈസ് കുറവാണ്. മൾട്ടിപ്പിൾ വേരിയൻസും വരുന്നുണ്ട്. പിന്നെ ഇതൊരു വർക്ക് ഹോസ് പോലെ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഇവിടെയാണ് നമ്മളൊരു ഇച്ചിരി പ്രൈസ് കൂടുതൽ കൊടുത്ത് വെറുതെ വീട്ടിൽ കിടക്കുന്ന അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ സിറ്റി കൂടെ കൊടുക്കുന്ന, പിന്നെ ചില ആൾക്കാർ ഓഫ് റോഡ് കൊണ്ടുവന്ന ഒരു വണ്ടിയായിട്ടൊക്കെ വാങ്ങുന്നത്. എനിവേ എന്താണ് നിങ്ങൾക്ക് പുതിയ ഹൈലക്സിനെ പറ്റി പറയാനുള്ളത് എന്ന് ഉറപ്പായിട്ടും താഴെ കമൻസിൽ പറഞ്ഞേക്കാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസുകൾ പ്രൊഡക്ട്സ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒക്കെ ചെയ്യാൻ നമ്മൾ സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.